2026 പിണറായി വിജയൻ ഒരു ഹാട്രിക് വിജയത്തിലേക്ക് നീങ്ങണമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. സ്വപ്നം കാണുന്നുണ്ട്. തുടർഭരണം എന്നുള്ളത് LDFിൽ വലിയൊരു ആവേശമുണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷേ അതിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന് കൂടുതൽ ആഴമേറുകയാണ്. ആഴവും അതിന് വലിയ അർത്ഥവ്യാപ്തിയും ഉണ്ടായിത്തീർന്നിരിക്കുകയാണ്. അങ്ങനെ LDF കേന്ദ്രങ്ങളിലെല്ലാം പൊതുവെ തുടർഭരണം എന്നുള്ള പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. എന്നാലും പിണറായി വിജയൻ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനയുമെന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി പറയാം, കേരളത്തിൽ ഇനി LDF ഭരണമില്ല, പ്രത്യേകിച്ച് CPMന് വലിയ തകർച്ച നേരിടുന്നു എന്നുള്ളത്. ഈ അവസരത്തിൽ നമ്മൾ ചില ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എവിടങ്ങളിലൊക്കെ പ്രധാനമായിട്ടും CPMന് നഷ്ടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതൊന്ന് അന്വേഷിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ 3 ജില്ലകളിലേക്കൊന്ന് പോകാം. ഈ 3 ജില്ലകളിലും പ്രധാനമായും നഷ്ടപ്പെടാൻ പോകുന്ന CPMന്റെ ചില സീറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്കറിയാം, BJP A ക്ലാസ് നിയമസഭാ മണ്ഡലങ്ങൾ കണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരവും അതുപോലെ ആലപ്പുഴയും അതുപോലെ തൃശ്ശൂരുമാണ് BJPയുടെ നോട്ടമിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ജില്ലകൾ. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തന്നെ നമുക്കറിയാം A ക്ലാസ് ആയിട്ട് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വിജയത്തോടെ എത്തിച്ചേരും എന്നുള്ള പാർലമെന്റ് മണ്ഡലമാണ്. ആ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPക്ക് ആദ്യമായി നിയമസഭയിലേക്ക് കൈനീട്ടം കൊടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. അതും തിരുവനന്തപുരം നഗരത്തിൽ നിൽക്കുന്ന നേമം മണ്ഡലത്തിൽ നിന്നാണ്. 2016 കൊടുത്തു. 2011 രൂപം കൊണ്ട മണ്ഡലമാണ്. അന്ന് 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPM വിജയിക്കുന്നത്. 2021 വന്നിട്ട് ശിവൻകുട്ടി 4000 താഴെ വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഓർക്കണം. അവിടെ വീണ്ടും ശിവൻകുട്ടിയെ മത്സരിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കും എന്ന് തോന്നുന്നില്ല. മറിച്ച് ആര്യ രാജേന്ദ്രനെയും അവിടെ ഇറക്കണം എന്നൊക്കെ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എതിരാളികളുടെ വിജയം ഉറപ്പാണ് എന്നുള്ളത് നമുക്ക് കൃത്യമാക്കാം. അപ്പോൾ തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമ്പോൾ കളി മാറും. 2026 ഇത് ഏറ്റവും അഭിമാന പോരാട്ടമാകും. ഈ നേമം മണ്ഡലത്തിൽ നിരവധി RSS കേന്ദ്രങ്ങളുള്ള മണ്ഡലം കൂടിയാണ്. അതുപോലെ നഗരസഭയിലെ നിരവധി വാർഡുകളുണ്ട്. ഈ വാർഡുകളിലൊക്കെ തന്നെ മുൻതൂക്കം BJPക്കാണ്. അതുകൊണ്ട് BJPക്ക് 2026 ഇവിടെ വിജയം വളരെ എളുപ്പമാണ്. കണക്കുകൂട്ടൽ അനുസരിച്ച് അടുത്ത മണ്ഡലത്തിലേക്ക് പോയാൽ കഴക്കൂട്ടം മണ്ഡലമായിരിക്കും CPMന് നഷ്ടപ്പെടാൻ പോകുന്ന മറ്റൊരു മണ്ഡലം. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ 2ാം തവണയാണ് വിജയിച്ചത്. 2016 2021 2016 1ാം പിണറായി സർക്കാരിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായി വൈദ്യുതി മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് കഴക്കൂട്ടത്ത് നിന്ന് ഇനിയൊരു വിജയം സാധ്യമല്ല. 2 തവണ മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ BJP വലിയ മുന്നേറ്റം കുറിച്ചിരിക്കുന്ന ഇടമാണ്. 2021 ശോഭാ സുരേന്ദ്രൻ വളരെയധികം മുന്നോട്ട് പോയി. അന്ന് മത്സരിച്ചത് കോൺഗ്രസിലെ ഡോക്ടർ SS ലാലാണ്. SS ലാൽ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇനിയിപ്പോൾ അവിടെ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ അഡ്വക്കേറ്റ് JS അഖിൽ ആയിരിക്കും. അതുപോലെ BJPയുടെ V മുരളീധരനായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയെന്നും ഏതാണ്ട് അറിവായിട്ടുണ്ട്. അപ്പോൾ കഴക്കൂട്ടം CPMന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 3ാമത്തെ മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ ഇവിടെ ഇപ്പോൾ VK പ്രശാന്താണ്.
CPM-ന്റെ. കെ മുരളീധരൻ ഇവിടെ MLA ആയിരിക്കുന്ന സമയത്താണ് 2019 വടകരയിലേക്ക് വണ്ടി കയറ്റി വിട്ടത്. അങ്ങനെ വടകരയിലെ വിജയത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ബ്രോ എന്നുള്ള വിശേഷണത്തിൽ നിന്ന VK പ്രശാന്ത് അവിടെ വിജയിച്ചു. 2021 തുടരെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ VK പ്രശാന്തിനെ മൂന്നാമത് ഇവിടെ നിർത്താൻ സാധ്യതയില്ല. അദ്ദേഹത്തെ കഴക്കൂട്ടത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇദ്ദേഹം കഴക്കൂട്ടം ആ നാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് പിന്നെ മേയറായിട്ട് ഇവിടെ ഇരുന്നതിൻ്റെ ഒരു അംഗീകാരം ഒക്കെയുണ്ട്. അതുകൊണ്ട് BJPയെ നേരിടാൻ വേണ്ടിയിട്ട് കഴക്കൂട്ടത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവിൽ പക്ഷേ ഇത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. അത് നടൻ കൃഷ്ണകുമാറിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് വിജയം അവർക്ക് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ പാർലമെന്റിലേക്ക് നിൽക്കുമ്പോൾ വലിയ മുന്നേറ്റം കുറിച്ച മണ്ഡലമാണ്. നായർ വിഭാഗത്തിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലം കൂടിയാണ്. നാലാമത് വരുന്ന മണ്ഡലം തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം വെസ്റ്റ് പണ്ട് MV രാഘവൻ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള CMBയിലെ ആന്റണി രാജുവാണ് ഇപ്പോഴത്തെ MLA. ജനാധിപത്യ കേരള കോൺഗ്രസ് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്ന ഒരു മന്ത്രിയാണ്. 2.5 വർഷം മന്ത്രിയായിരുന്നു. ലത്തീൻ സഭയുടെ ഒക്കെ തന്നെ വലിയ എതിർപ്പൊക്കെ ആന്റണി രാജു ഇപ്പോൾ നേരിടുന്നുണ്ട്. ശിവകുമാറിനെയും കൃഷ്ണകുമാറിനെയും പരാജയപ്പെടുത്തിയാണ് ആന്റണി രാജു നിയമസഭയിൽ എത്തിയത്. ജനാധിപത്യ കേരള കോൺഗ്രസ് മിക്കവാറും ഇതോടുകൂടി ഇല്ലാതാകും. അത് CPM ആ സീറ്റ് പിടിച്ചെടുക്കും. പക്ഷേ ഇവിടെ UDF-ൽ നിന്ന് ഇടയ്ക്ക് കോൺഗ്രസിലെ ശബരിനാഥിൻ്റെ പേരും പറയുന്നുണ്ട്. അരുവിക്കരയിൽ CPM-ലെ സ്റ്റീഫനോട് തോറ്റ ശബരിനാഥിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കം ഉണ്ട്. പക്ഷേ CMB ഈ സീറ്റ് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. CMB ഉന്നയിച്ചിരിക്കുകയാണ്. CMB-യിലെ CP ജോൺ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയുമാണ്. പ്രത്യേകിച്ച് MV രാഘവ് വിജയിച്ച ഒരു മണ്ഡലത്തിൽ തനിക്ക് ഉറപ്പാണ് എന്ന് CP ജോൺ കരുതുന്നുണ്ട്. അതുകൊണ്ട് UDF-ലേക്ക് ഈ മണ്ഡലം പോകും എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ചവറയിലേക്ക് പോകാം. RSPയുടെ തട്ടകമാണ്. അവിടെ 2026 ഷിബു ബേബി ജോൺ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. 2016 വിജയംപിള്ളയാണ് അവിടെ നിന്ന് CPM സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിച്ചത്. 2021 വന്നിട്ട് വിജയംപിള്ളയുടെ മകൻ സുജിത് വിജയംപിള്ള മത്സരിച്ചു. 1000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിട്ടുള്ളൂ. ഭരണവിരുദ്ധ വികാരം ശക്തമായ സ്ഥിതിക്ക് ഷിബു ബേബി ജോണിന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊല്ലം മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കൊല്ലം ആസ്ഥാനമായിട്ടുള്ള മണ്ഡലത്തിൽ നമ്മുടെ നടൻ മുകേഷാണ്. 8 നിലയിൽ പൊട്ടും. രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാണെന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. അവിടെ കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുകയും ചെയ്യും. അപ്പം കൊല്ലം മണ്ഡലം മുകേഷിലൂടെ CPM-ന് ഇല്ലാതാകും. അതുപോലെ മറ്റൊരു മണ്ഡലമാണ് കുന്നത്തൂർ. കോവൂർ കുഞ്ഞിമോൻ ഏറെക്കാലം അവിടെ MLA ആയിട്ടും യാതൊരു വികസനവും കിട്ടാത്ത മണ്ഡലം എന്ന് ജനങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉല്ലാസ് കോവൂർ മത്സരരംഗത്തേക്ക് കടക്കും. അതും ഇവർക്ക് നഷ്ടമാകും. തുടർന്ന് കൊട്ടാരക്കര മണ്ഡലത്തിലേക്ക് വന്നാൽ 2011 R ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയ ഐഷ പോറ്റി ഇപ്പോൾ CPM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഐഷ പോറ്റി മത്സരിക്കുമ്പോൾ CPM-നെ പരാജയപ്പെടുത്താൻ അവിടെ കഴിയും. ഇപ്പോൾ അവിടുത്തെ MLA ധനമന്ത്രി ബാലഗോപാലാണ്. അങ്ങനെ കൊല്ലം ജില്ലയിലും 4 മണ്ഡലങ്ങൾ CPM-ന് നഷ്ടപ്പെടും. ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ എടുത്തു പറയേണ്ടത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയിലെ ഒരു സുധാകരൻ തരംഗ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. സലാം എന്ന് പറയുന്ന MLA SDPI ബന്ധമുള്ളതാണ്. CPM വോട്ടുകൾ അവിടെ ഭിന്നിക്കും ഉറപ്പായിട്ടും. അങ്ങനെ അമ്പലപ്പുഴയും നഷ്ടപ്പെടും. അതുപോലെ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് മന്ത്രിയുടെ മണ്ഡലമായ സജി ചെറിയാൻ്റെ മണ്ഡലമായ ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരെ വ്യാപക പരാതി ഉയരുമ്പോൾ അവിടെ കോൺഗ്രസിലെ അബിൻ വർക്കിയോ അല്ലെങ്കിൽ ജ്യോതി വിജയകുമാറിനാണ് മുൻതൂക്കം. അവിടെ കോൺഗ്രസ് രംഗത്തേക്ക് ഇറക്കും. അത് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് കായംകുളമാണ്. കായംകുളം മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ
പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം കുറിച്ച ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിലെ അരിത ബാബു ആയിരുന്നു 2021 മത്സരിച്ചത്. ഇപ്പോഴത്തെ MLA പ്രതിഭാകരിയാണ്. അപ്പോൾ ഇനിയും അവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകും. വനിതകൾ ഏറ്റുമുട്ടുന്ന അവിടെ BJPക്ക് സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ്. പിന്നെ ഉള്ളത് കുട്ടനാട്. അത് NCP തോമസ് കെ തോമസ് ആണ്. ഇപ്പോൾ NCP ഏതാണ്ട് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. അത് CPM ഏറ്റെടുക്കും. പക്ഷേ കുട്ടനാട്ടിലേക്ക് BJP ഷോൺ ജോർജിന് മത്സരരംഗത്ത് കൊണ്ടുവരാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഷോൺ ജോർജിന് സഭയിൽ ആവശ്യമാണ് എന്ന് BJP മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള ഒരിടമാണ് കുട്ടനാട് എന്ന് പാർട്ടി കരുതുന്നു. അപ്പോൾ ആലപ്പുഴ ജില്ലയിലും 4 മണ്ഡലങ്ങൾ LDFന് നഷ്ടപ്പെടും. അപ്പോൾ സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങൾ, കൊല്ലത്ത് 4 മണ്ഡലം, അതായത് ചവറയും കൊല്ലവും കുന്നത്തൂരും കൊട്ടാരക്കരയും, ആലപ്പുഴയിലും 4 മണ്ഡലങ്ങളും, അങ്ങനെ ഒരു 12 സീറ്റ് ഇവർക്ക് LDFന് ഈ 3 മണ്ഡലങ്ങളിലായിട്ട് ഉറപ്പായും നഷ്ടപ്പെടും എന്നുള്ള ഇടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.